നമ്മുടെ വീട്ടിലെ ഏറ്റവും വില്ലനായ സ്ക്രീൻ ഏതാണെന്ന് അറിയോ? പലരും കരുതുന്ന പോലെ അത് ടി വി അല്ല. നമ്മുടെ കുട്ടിയുടെ കയ്യിൽ ഉറങ്ങാൻ പോകുന്ന സമയത്തുള്ള സ്ക്രീൻ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഡേഞ്ചറസ്. പുതപ്പിനടിയിലെ ഫോൺ. മാതാപിതാക്കൾ കാണാത്ത മക്കളുടെ മറ്റൊരു ലോകമാണത്. കാരണം ടി വി ആണെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ എന്ത് നടക്കുന്നു, അവരെന്താണ് കാണുന്നത് എന്നൊരു പരിധി വരെ നമുക്കറിയാം. പക്ഷേ അർദ്ധരാത്രിയിൽ പുതപ്പിനടിയിൽ ഒളിപ്പിച്ച് ഉപയോഗിക്കുന്ന ഫോണുണ്ടല്ലോ, അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം നമ്മുടെ കുട്ടി 9 വയസ്സാണോ 19 വയസ്സാണോ എന്നൊന്നും നോക്കില്ല. അവരെ കൂടുതൽ സമയം പിടിച്ചിരുത്താൻ അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലുമൊക്കെ അത് കാണിച്ചുകൊണ്ടേയിരിക്കും. അതിൽ സ്വന്തം അമ്മയുടെയോ സഹോദരിയുടെയോ ഒക്കെ പ്രായമുള്ളവരുടെ നഗ്നത ഉണ്ടാകാം. സഹജീവികളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന, കുട്ടികളുടെ മനസ്സിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ബാധിക്കുന്ന കണ്ടന്റ് ആയിട്ട് അവരെ എത്ര മണിക്കൂർ വേണമെങ്കിലും അതിലവർ എൻഗേജ് ചെയ്യിക്കും. കാരണം അത്തരത്തിലുള്ള എൻജിനീയേഴ്സാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾ ഒരമാനത്താണ്. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നല്ലതുപോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവരെ നമുക്ക് തന്ന സൃഷ്ടാവിന് മുന്നിൽ നമ്മൾ ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. കുട്ടികളാവുമ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് സ്ക്രീൻ ടൈമിനെ അവഗണിക്കുന്നതിൻ്റെ ഫലം ഭയങ്കരമായിരിക്കും. പക്ഷേ പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പലർക്കും അറിഞ്ഞുകൂടാത്തത്. ഓരോ വീട്ടിലും വ്യത്യസ്തമായിരിക്കും സാഹചര്യം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നോ ഫോൺ ഇൻ ബെഡ്റൂം എന്ന നിയമം നമ്മുടെ വീട്ടിൽ നടപ്പാക്കാൻ പറ്റും. രാത്രികളിൽ കുട്ടികളുടെ ഡിവൈസ് മാതാപിതാക്കളുടെ റൂമിൽ കൊണ്ടുവച്ചിട്ടാണ് അവർ ഉറങ്ങാൻ പോകുന്നതെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ സ്ക്രീൻ ടൈം നിയന്ത്രിക്കാൻ ഓരോ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തമായ നിയമങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം കുട്ടികളോട് സംസാരിച്ച് സൂക്ഷ്മമായി അവരെ നിരീക്ഷിച്ച് അവരുമായിട്ടുള്ള വിശ്വാസബന്ധം വളർത്തണം. ഇന്നത്തെ നമ്മുടെ ചെറിയ നിയന്ത്രണം അവരുടെ നാളെയുടെ വലിയ സംരക്ഷണമാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു നല്ല ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാം.